ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ആരും അങ്ങോട്ട് പോവാനും പാടില്ല, അവിടെ ആരും ഇങ്ങോട്ട് വരാനും പാടില്ല. മനസ്സിലായോ? ആ അത് മോളെ, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. നീ വന്നിട്ട് കുറെ നേരം ആയോ? ആയി. ഏതെങ്കിലും കാലത്ത് ഞാൻ കല്യാണം കഴിച്ചാൽ തന്നെ അത് ലവ് മാരേജ് ആയിരിക്കും. എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. ആദ്യമൊക്കെ എനിക്കും ഇത്തരം ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തോടടുത്തപ്പോ എല്ലാം മാറിപ്പോയി. എന്തിനാ അങ്ങനെ മാറ്റാൻ പോയത്? നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ. ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി സത്യം പറയോ? എന്താ പല്ലവി? ചേച്ചിക്ക് ശരിക്കും പൃഥ്വിചേട്ടനെ ഇഷ്ടമായത് കൊണ്ട് തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അതോ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എനിക്ക് പൃഥ്വി ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചേ. എന്റെ ഹസ്ബൻഡ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച എല്ലാ ക്വാളിറ്റീസും പൃഥ്വിക്കുണ്ട്. ഒരാളുടെ ക്വാളിറ്റികള് ഇത്ര ചെറിയ സമയം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നത്? അതൊക്കെ പറ്റും. പിന്നെ പൂർണ്ണമായിട്ട് ആരെയും ഒരു കാലത്ത് നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അതെ, അതിപ്പോ ലവ് മാരേജ് ആയാ പോലും. അല്ലെങ്കിൽ പിന്നെ എല്ലാ ലവ് മാരേജും സക്സസ് ആവില്ലായിരുന്നോ? അതും ശരിയാ. ഏറ്റവും ബെറ്റർ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാ അല്ലേ? ദേ പല്ലവി, കല്യാണം കഴിച്ച അന്ന് തന്നെ എന്നെ മാരേജ് ലൈഫ് വെറുപ്പിക്കോ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എനിക്കിവിടെ ഇപ്പഴാ എന്റെ ഏജിൽ ഒരു കൂട്ട് കിട്ടിയത്. അതിന്റെ സന്തോഷമാണെന്ന് കരുതിയാ മതി. പിന്നെ ചേച്ചിക്ക് ലൈഫില് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്റെ പൃഥ്വി ചേട്ടൻ സൂപ്പറാ. ഇതാരാണ്? ധ്വനിമോളോ? ചേച്ചി ഇങ്ങനെ വിളിച്ചാലൊന്നും അവക്ക് മനസ്സിലാവില്ല. ആക്ഷനിൽ സംസാരിക്കണം. എന്താ പല്ലവി മോളി പറയുന്നേ? എന്റെ ചേച്ചി, ഇവള് പറയുന്ന പല കാര്യങ്ങളും എനിക്കൊന്നും മനസ്സിലാവാറില്ല. ഹലോ. ഓ ഈശ്വര, എന്തീ പറയുന്നേ? വീടൊക്കെ ഇഷ്ടമായോന്നാ മോള് ചോദിക്കുന്നെ. ഓ അങ്ങനെയാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടായി. ചേച്ചി ഇതൊന്നും മോളോട് പറയൂ. മോളോടെ ചേച്ചി പറയുവാ നമ്മുടെ വീട് ഒത്തിരി ഒത്തിരി ഇഷ്ടായെന്ന്. അഷിത വന്നോണ്ട് ധ്വനിമോക്ക് ഇവിടെ ഒരു കൂട്ടായല്ലോ. മോളുടെ കാര്യോർത്ത് ചേച്ചിക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട. മോളെ ഞാൻ നോക്കിക്കോളാം. എങ്കിലേ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കേ. എനിക്കൊരു ഇത്തിരി പണിയുണ്ട്, അതൊന്ന് തീർക്കട്ടെ. ശരി. വാ, നമുക്കെന്നാലേ ഒളിച്ചു കളിച്ചാലോ? മോൾ എന്തായി പറയുന്നേ? ഈശ്വര, ഈ കൊച്ചു പറയുന്ന എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? മോൾ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. എന്റെ ദൈവമേ. ചന്ദ്രമതി, ഒന്ന് വന്നേ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? മണ്ഡപത്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ജയശ്രീയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ആ കാര്യം നീ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ദേ, ഒന്നിനും മടിയില്ലാത്ത കൂട്ടരാ അവരെ ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത്. പിന്നെ പൃഥ്വി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിന്റെ മേലും ഒരു കണ്ണ് വേണം. അവളൊക്കെ ഏത് തരക്കാരിയാണെന്ന് ആർക്കറിയാം? എന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എന്റെ ചന്ദ്രേ, കാലം വളരെ മോശമാണ്. ആൾക്കാർക്ക് കാശ് കിട്ടാനായിട്ട് ആരെ കൊല്ലാൻ ഒരു മടിയുമില്ല. അങ്ങനെയുള്ളപ്പോ ഒരു കല്യാണം നടത്തി കുടുംബം മുഴുവൻ സെറ്റിൽഡ് ആവാൻ ഒരവസരം കിട്ടിയാ ആരെങ്കിലും വെറുതെ കളയോ?
അങ്ങനെ അവരെല്ലാരും കൂടി പ്ലാൻ ചെയ്താണ് ഈ കല്യാണം നടത്തിയതെങ്കിലോ? ഈ കല്യാണം കൊണ്ട് അവർക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ലല്ലോ. ഇനി ഭാവിയിലെ സഹായങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടപ്പോരൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ അമ്മാവനും അമ്മാവിയും പറയുന്ന പോലെ കുഴപ്പക്കാരാണ് അവരെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആലോചന കൊണ്ടുവന്നതും അത് മുൻകൈ എടുത്ത് നടത്തിയതും പൂർണിമയാ. ഓ ഓ അവൾ ആലോചിക്കാതെ അന്വേഷിക്കാതെ ഒന്നും ഈ കല്യാണം നടത്തില്ല. എന്റെ ചന്ദ്രേ, നിനക്ക് ഇത്ര ബോധമില്ലേ? അവൾ അവളുടെ കല്യാണം നടത്തിയത് തന്നെ ഒരു വലിയ പരാജയമല്ലേ? അപ്പൊ പിന്നെ ഇത് നല്ലതായിരിക്കുമെന്ന് എന്താ ഉറപ്പ്? അത് ഇതിപ്പോ ഞാനും കുറെ പറഞ്ഞതാ. പൃഥ്വിക്കും അവന്റെ അച്ഛനും പൂർണിമ പറയുന്നതാ വേദവാക്യം. ഉം. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പൊ കുടുംബത്തിന് നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുക. അതിനാദ്യം വേണ്ടത് അവരെ ആരെയും ഈ വീട്ടിൽ കയറ്റില്ല എന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക എന്നതാണ്. അതിപ്പോ ഞാൻ മാത്രം ഉറപ്പിച്ചാ മതിയോ? നീ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാരെയും ബോധ്യപ്പെടുത്തണം. അത് നിന്റെ മിടുക്ക. ആ ആ ചന്ദ്രേ, നീ കാര്യങ്ങൾ നിസ്സാരമായി കാണരുത്. ആ ഇത് നിന്റെ മകന്റെ ജീവിതമാണ്. ഒരുപാട് മക്കളൊന്നും നിനക്കില്ലല്ലോ, ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അവന്റെ ജീവിതം എന്ത് റിസ്ക് എടുത്തും സുരക്ഷിതമാക്കേണ്ടത് നിന്റെ കടമയാണ്. ഞങ്ങള് പറഞ്ഞ ജയശ്രീയെ കുറിച്ച് നിനക്ക് അറിയാത്തത് കൊണ്ടാ. ആ യാതൊരു മനസാക്ഷിയില്ലാതെ ഒരു പാവം ചെറുക്കനെ ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നവളാ. ആ ആ പയ്യനെ ഞങ്ങൾക്ക് നേരിട്ട് അറിയായിരുന്നതാ. ആ അവൻ ഒരു പാവ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. ഉം. എന്തിനാ പയ്യനെ അവർ കൊന്നത്? അത് പിന്നെ ചോദിച്ച കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവില്ല. അതിന് തല്ലിയപ്പോഴേ അറിയാതെ എവിടെയെങ്കിലും കൊണ്ട് മരിച്ചതായിരിക്കും. ഓ, എന്നിട്ട് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അത് കേസാവുകയും ചെയ്തു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ആ സ്ത്രീ പുഴയിലേക്ക് എടുത്ത് ചാടി ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു. ആലോചിക്കാൻ കൂടി വയ്യ. അതുപോലൊരു സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നാ നമ്മൾ പെണ്ണെടുത്തെന്ന് നാട്ടുകാരറിയുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുന്നിലല്ലെങ്കിലും ആൾക്കാര് പരസ്പരം പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവില്ലേ? സംഭവിച്ചത് സംഭവിച്ചു. ആ ഇനി നാട്ടുകാരുടെ വാ മൂടി കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ആ വീടുമായിട്ട് നമുക്കിനി ഒരു ബന്ധവും വേണ്ട. ഇവിടുന്ന് ആരും അങ്ങോട്ട് പോവാനും പാടില്ല, അവിടുന്ന് ആരും ഇങ്ങോട്ട് വരാനും പാടില്ല. മനസ്സിലായോ? ആ അത് മോളെ, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഉം. നീ വന്നിട്ട് കുറെ നേരമായോ? ആയി. ഓ, അപ്പൊ എല്ലാം കേട്ടല്ലേ? കേട്ടു. ഞങ്ങളിതൊന്നും നിന്റെ കുറ്റമായിട്ട് പറഞ്ഞതൊന്നും അല്ല. ഉം. എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞ ആ സ്ത്രീയുമായിട്ട് ഞങ്ങൾക്കാർക്കും ഒരു ബന്ധവും ഇല്ല. പിന്നെ അവരുടെ ഒരേ ഒരു മകള് ദുർഗ മാത്രം ഇപ്പൊ അവിടെ ഉള്ളത്. നിങ്ങൾ പറഞ്ഞ ഗുണങ്ങളും കേടുകളും ഒക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാ ദുർഗയ്ക്ക് മാത്രമാ. ബാക്കി ആരെയും ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ആ അത് ശരിയാ. ഞങ്ങളും അത് തന്നെ ഉദ്ദേശിച്ചേ. അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ഉം. ഞങ്ങൾ അങ്ങോട്ട്. ആ, എന്നാ ശരി. അപ്പൊ പറഞ്ഞ പോലെ